ഹായ് എവരി വൺ, ഇതൊരു റാൻഡം സൺഡേ വ്ളോഗാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റഡീസ് ഉണ്ട്, ഷോപ്പിംഗ്, ക്രാഫ്റ്റ്, ഡ്രോയിങ്, ഡെക്കോറ്, ഷോപ്പിംഗ് ഹാള്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഇതെൻ്റെ ഡയറിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സ്മോൾ ബിസിനസ്സിന് ഫ്രീ ബീസായിട്ട് കൊടുക്കാൻ വേണ്ടി പ്രിൻ്റ് ചെയ്യിപ്പിച്ച സ്റ്റിക്കേഴ്സ് ആയിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കുറച്ചധികം സൈസായിപ്പോയി. സോ ഞാൻ വേറെ കുറച്ചും കൂടെ എസ്തെറ്റിക് ആൻഡ് ക്യൂട്ടായിട്ടുള്ളത് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. തൽക്കാലം അത് ഞാൻ യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. ഈ ഒരു കോർണറിൽ പുതിയൊരു പ്ലാന്റും കൂടെ വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതും വാട്ടറിൽ വളരുന്ന ആ ഒരു ടൈപ്പ് പ്ലാന്റ്സ്. സത്യം പറഞ്ഞാൽ ഓരോ വീഡിയോസിലും ഞാൻ പുതിയ പുതിയ പ്ലാന്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാക്സിമം പ്ലാന്റ്സ് ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടാവണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറേ ഫ്ലവർ പ്ലാന്റ്സും വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സമ്മർ സീസണിൽ എൻ്റെ റൂമിലേക്ക് അങ്ങനെ വെയിലൊന്നും വരില്ല. വിൻ്റർ സീസണിലാണ് വരിക. അപ്പോൾ അടുത്ത വിൻ്റർ സീസൺ ആകുമ്പോഴത്തേനും കുറേ ഫ്ലവർ പ്ലാന്റ്സ് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ റൂം ഒരു മിനി കാട് പോലെ ആയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമ്മർ സീസണിൽ ഈ ഒരു ചൂടത്ത് നല്ലൊരു കൂളിംഗ് ആൻഡ് കോസി എഫക്റ്റ് വരും. പിന്നെ ഇന്നത്തെ മറ്റൊരു മെയിൻ പരിപാടിയാണ് ഒരു ഡ്രോയിങ് വരയ്ക്കുക എന്നുള്ളത്, വാട്ടർ കളർ യൂസ് ചെയ്തിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവി ആയിട്ടുള്ള, എന്നെ ഒരുപാട് ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ളൊരു മൂവി ആയിട്ടുള്ള 2020 ഇറങ്ങിയിട്ടുള്ള സോൾ എന്ന് പറയുന്ന മൂവിയുടെ ഒരു പോസ്റ്ററാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. എൻ്റെ ചുമരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ ഒരുപാട് മൂവീസിൻ്റെ പോസ്റ്റേഴ്സ് വരച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ എണ്ണം ഞാൻ അല്ലാതെ വരച്ച് മാറ്റി വെച്ചിട്ടുമുണ്ട്. അപ്പം ഈ ഒരു മൂവീൻ്റെ പോസ്റ്ററും ഈ ഒരു വാളിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. എന്നെ എപ്പം കാണുമ്പോഴും ഒന്ന് ഇൻസ്പയർഡ് ആവുമല്ലോ. ഞാൻ കുറേ കാണുന്ന കാറ്റഗറി ഓഫ് മൂവീസാണ് ആനിമേറ്റഡ് മൂവീസ് എന്ന് പറയുന്നത്. ഡിസ്നിൻ്റെ, പിക്സാറിൻ്റെയൊക്കെ മൂവീസ് ഞാൻ ഒരുപാട് കാണാറുണ്ട്. അതിൻ്റെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാവും കേട്ടോ എൻ്റെ കയ്യിൽ. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താ ആനിമേറ്റഡ് മൂവീസ് തന്നെ എങ്ങനെ കുറേ കാണുന്നെന്നുള്ളത്. പക്ഷേ എനിക്കത് കാണുമ്പോൾ മനസ്സിനും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഓൾറെഡി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിൽ ആ ഒരു ടൈപ്പ് മൂവീസ് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് തോന്നും കേട്ടോ. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഏകദേശം ആ ഒരു മൂവി ക്യാരക്ടറിനെ പോലെ ആയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ വലിയ വരയ്ക്കുന്ന ഒരാളൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ വാളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ. ഈ ഒരു സൈഡിലാണ് കേട്ടോ ഞാനിത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ കുറേ മൂവീസിൻ്റെ പോസ്റ്റേഴ്സ് വരച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് പ്രിൻ്റ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഇങ്ങനെ വരച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടെ സ്പെഷ്യൽ അല്ലേ. പിന്നെ ഇന്നത്തെ മറ്റൊരു മെയിൻ പരിപാടി എന്ന് പറയുന്നതും ഡ്രോയിങ് റിലേറ്റഡ് തന്നെയാണ്. ആക്ച്വലി ഒരു വാൾ ഡെക്കോറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാനും ഇതും ഓൾറെഡി ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ വാൾ ഡെക്കോറാണ്. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടപ്പം മുതൽ എനിക്ക് ചെയ്ത് നോക്കണം എന്ന് തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഇത്.
ഇതിൽ 1, 2 ഡിസൈൻസൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി വരച്ചിട്ടുള്ളതാണ്. പിന്നുള്ളതൊക്കെ ഞാൻ തന്നെ ഓരോ ഡിസൈൻസ് കയ്യിൽ നിന്നിട്ട് വരച്ചതാണ് ട്ടോ. അതാണ് കുറച്ചും കൂടെ ഈസി ആയി തോന്നിയത്. പിന്നെ വാട്ടർ കളറാണ് ഇതിനും യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ടർഫ്ലൈസിനെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അതിനെങ്ങനെ വരച്ചാലും കുളമാക്കി വരച്ചാലും ഒരു മിനിമം ബ്യൂട്ടി അതിനുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരച്ചിട്ടും വലിയ ബോറൊന്നായിട്ട് തോന്നാത്തത്. ഇത്രയും ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ വരച്ചിട്ടുള്ളത്. ഇത് കൂടാതെ 2, 3 എണ്ണം കൂടെ ഞാൻ എക്സ്ട്രാ വരച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷോർട്സൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എന്താ പറയുക എങ്ങനെയോ പോയി അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ച് എന്താ പറയുക ഷോർട്സ് കയ്യിൽ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ബട്ടർഫ്ലൈസിനെയും അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പഴയൊരു ബുക്കിൻ്റെ വിൻറ്റേജ് പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വോളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഓരോ ബട്ടർഫ്ലൈസിനെയും ഒന്ന് മടക്കിയതിന് ശേഷം ആ ഒരു പറക്കുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കിയതിന് ശേഷം അതിനെയും ഈ ഒരു പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി എസ്തെറ്റിക് ആയിട്ടുള്ള വാൾ ഡെക്കോർ കിട്ടും. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ചൂടും തിരക്കുമൊക്കെ ആയതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു ഫ്ലവർ ഷോപ്പിൽ പോയപ്പം 1, 2 പിക്സും ഷോർട്സും ഒക്കെ എടുത്തതാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്ന് എന്തിനാണ് മെയിനായിട്ട് ഷോപ്പിങ്ങിന് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഹോൾ വീഡിയോ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ജ്വല്ലറി ആൻഡ് ആർട്ട് സപ്ലൈസ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ബീഡ്സ് ആൻഡ് ചാംസ് ആണ് കേട്ടോ എസ്തെറ്റിക് ആയിട്ടുള്ളത്. ഇത് എവിടുന്നാണ് വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാലിക്കറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് SM സ്ട്രീറ്റിൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഇതുപോലെ ഡിസൈനിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസും ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നൊരു ഷോപ്പാണ്. ഇങ്ങനത്തെ ഓരോ പാക്കിനും 25 റുപ്പീസ് വെച്ചിട്ടാണ് കേട്ടുള്ളത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള ഐറ്റംസാണ്. നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന ടൈപ്പ് ബീഡ്സ് ആൻഡ് ചാംസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. സ്മോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബീഡ്സ് ആൻഡ് ചാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടുള്ള 2 ബോക്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ഒന്നിന് 30 രൂപയാണ് കേട്ടോ വരുന്നത്. ഇതും കാലിക്കറ്റ് SM സ്ട്രീറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയ ഐറ്റംസാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. നിങ്ങൾ കാലിക്കറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ
അവിടെ പോയിട്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ വല്ല ഇൻസ്റ്റഗ്രാം പേജിലേറ്റം അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഓർഗനൈസേഴ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഈ ഒരു എന്താ പറയുക ഡ്രോയിങ് പാലറ്റാണ് കേട്ടോ വാങ്ങിയത്. ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമല്ല, പിന്നെ അത്ര വരയ്ക്കാൻ അറിയാത്ത ഒരാൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സാധനമാണ്. പിന്നെ ഇങ്ങനെ ഒരു ഡ്രോയിങ് ബുക്കുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതും എന്താ പറയുക ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് അതിൻ്റെ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ സ്റ്റഡീസിലേക്കാണ് കടക്കുന്നത്. അപ്പം 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാംസ് ആണ്. അതിന് വേണ്ടി കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതിൻ്റെ മുന്നേ തന്നെ പ്ലാനറിൽ, ഈ ഒരു സ്റ്റഡി പ്ലാനറിൽ എന്താണ് ഇന്ന് പഠിക്കാനുള്ളതെന്നൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്ന് പഠിച്ചു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ പഠിക്കുമ്പോഴൊരു ബെനിഫിറ്റ് ഞാൻ ഓൾറെഡി വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ എക്സാംസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവും കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. കുറേ പേര് എന്നോട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നത് എൻ്റെ ബിസിനസ് പേജിലാണ്. അപ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് മെസ്സേജ് അയക്കും. അപ്പം എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ആവും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും എന്തിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും അതെൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രൊഫൈലിൽ. അതിൽ കയറിയിട്ട് നിങ്ങൾ നേരിട്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ബുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിലിങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് ഞാൻ പഠിക്കാറുള്ളത് കേട്ടോ. ഈ റാങ്ക് ഫയലൊക്കെ എൻ്റെ കയ്യിലൊരു 2 വർഷം മുന്നേ ഒക്കെ ഉള്ളൊരു റാങ്ക് ഫയലാണ് കേട്ടോ. 2 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഞാൻ 2 വർഷം മുന്നേ വാങ്ങി വെച്ചെങ്കിലും കുറേ കഴിഞ്ഞപ്പോഴാണ് പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇത് കുറേ എന്താ പറയുക വൃത്തികേടായിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ കുറേ ടാഗ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് പെട്ടെന്ന് റിവിഷൻ ചെയ്യാനായിട്ട്. അപ്പം ആകെ ഒരു അലങ്കോലമായി കിടക്കുന്നൊരു ഇതിലാണ് ഞാൻ. എന്നാലും ഈ ഒരു ടോപ്പിക്സൊക്കെ ഒന്നുകൂടെ റിവിഷൻ ചെയ്യാണ്. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.